രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. രാജ്യത്തിന്റെ അഭിമാനത്തിനും വികസനത്തിനും ഉപമകളില്ലാത്ത ഉദാത്തമായ സംഭാവന നൽകിയവർക്ക് സമ്മാനിക്കുന്ന ബഹുമതി. ഇക്കുറി ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി ആദരിക്കുന്നത്. ഇത് കർപ്പൂരി ഠാക്കൂറിന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ആ പേര് അത്ര കണ്ട് പരിചിതമാകണമെന്നില്ല. 3.5 പതിറ്റാണ്ട് മുൻപ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അദ്ദേഹം എക്കാലത്തെയും മികച്ച ജനസേവകനായിരുന്നു എന്നതാണ് ഈ ബഹുമതിക്ക് കാരണമായ മികവ്. ജനനായകൻ എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. 1970 ഡിസംബർ മുതൽ 1971 ജൂൺ വരെയും പിന്നീട് 1977 ഡിസംബർ മുതൽ 1979 ഏപ്രിൽ വരെയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. 1988 ഫെബ്രുവരി 17 കർപ്പൂരി ഠാക്കൂർ അന്തരിച്ചത്. കർപ്പൂരി ഠാക്കൂറിന്റെ ശ്രദ്ധേയമായ സംഭാവനകളെ ആദരിക്കുക മാത്രമല്ല, നീതിയും സമത്വവുമുള്ള സമൂഹം സൃഷ്ടിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അംഗീകാരത്തിലൂടെ എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 1924 ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ ഒരു പിന്നാക്ക കുടുംബത്തിൽ കർപ്പൂരി ഠാക്കൂറിന്റെ ജനനം. മഹാത്മാഗാന്ധിയും സത്യനാരായൺ സിൻഹയുമായിരുന്നു കുട്ടിക്കാലത്തെ റോൾ മോഡലുകൾ. അങ്ങനെയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ എത്തിയത്. കോളേജിൽ പഠിക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കാളിയായി. പഠനം മുടങ്ങി, ജയിലിലായി. 2.5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ദേശീയ പ്രസ്ഥാനത്തിന്റെ ബീഹാറിലെ കരുത്തുറ്റ പോരാളിയായി അദ്ദേഹം മാറി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് പിന്നാലെ അദ്ദേഹം ജനസേവനത്തിന്റെ പുതിയ വഴിയാണ് തെരഞ്ഞെടുത്തത്. സജീവ രാഷ്ട്രീയത്തിലേക്ക് മാറാതെ സ്വന്തം നാട്ടിലെ ഒരു സ്കൂളിൽ അധ്യാപകനായി. എന്നാൽ ഇത് അധികകാലം നീണ്ടില്ല. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായി. 1952 താജ്പൂരിൽ നിന്ന് നിയമസഭയിലെത്തി. സോഷ്യലിസ്റ്റ് പാർട്ടി ടിക്കറ്റിലായിരുന്നു വിജയം. പിന്നീട് തൊഴിലാളി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് 1960കളിലും 70കളിലും അദ്ദേഹം അറസ്റ്റിലായി. ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായി. കർപ്പൂരി ഠാക്കൂർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ബീഹാറിൽ മെട്രിക്കുലേഷൻ ജയിക്കാൻ ഇംഗ്ലീഷ് പഠനം നിർബന്ധമാണെന്ന വ്യവസ്ഥ ഇല്ലാതാക്കിയത്. 1970 ബീഹാറിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരത്തിലേറി. ഇക്കാലത്താണ് ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കിയത്. ബീഹാറിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളിലും സ്കൂളുകളും കോളേജുകളും തുറന്നത് ഇക്കാലത്താണ്. സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന പല വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഒരുങ്ങിയതും ഇക്കാലത്ത് തന്നെയാണ്. സർക്കാർ ജോലികളിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്നിരുന്നു. കർപ്പൂരി ഠാക്കൂർ ഫോർമുല എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ തറപറ്റിച്ച് ജനതാ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തി. മുഖ്യമന്ത്രിയായി കർപ്പൂരി ഠാക്കൂറും. ഇത് 2ാം ഊഴമായിരുന്നു. കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കരുതെന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളുടെയും സംഘടനാ കോൺഗ്രസിന്റെയും ചരൺ സിംഗിന്റെ ഭാരതീയ ലോക്ദളിന്റെയും ജനസംഘത്തിന്റെയും കൂട്ടായ്മയായിരുന്നു ഭരണം ഉറപ്പാക്കിയത്. സോഷ്യലിസ്റ്റുകളുടെയും പിന്നാക്ക മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഭാരതീയ ലോക്ദളിന്റെയും ഉയർന്ന ജാതിക്കാർക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ജനസംഘത്തിന്റെയും പിന്തുണ കർപ്പൂരി ഠാക്കൂറിനായിരുന്നു എന്നതും അക്കാലത്ത് ശ്രദ്ധേയമായിരുന്നു. പിന്നീട് 1980 ജനതാ പാർട്ടി ബീഹാറിൽ പിളർന്നു. ഇത് കോൺഗ്രസിന് അനുകൂലമായി. കോൺഗ്രസ് അധികാരത്തിലെത്തി. പിന്നീടും കർപ്പൂരി ഠാക്കൂർ ജനനായകൻ തന്നെയായിരുന്നു. സമഷ്ടിപൂരിൽ നിന്നും സോൻബാർസയിൽ നിന്നുമെല്ലാം വീണ്ടും സഭയിലെത്തി. അന്തരിക്കുമ്പോഴും അദ്ദേഹം ബീഹാർ നിയമസഭാംഗമായിരുന്നു. ബീഹാറിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ലാലു പ്രസാദ് യാദവ്, രാംവിലാസ് പാസ്വാൻ, ദേവേന്ദ്ര പ്രസാദ് യാദവ്, നിതീഷ് കുമാർ എന്നിവരുടെ ഗുരുവും വഴികാട്ടിയുമായിരുന്നു കർപ്പൂരി ഠാക്കൂർ. ഠാക്കൂറിന്റെ ഓരോ നടപടിയും പാവപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനങ്ങൾക്ക് മുന്നോട്ടു വരാനുള്ള അവസരങ്ങൾ നൽകിയെന്ന് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ നയങ്ങളും പരിഷ്കാരങ്ങളും നിരവധി പേരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകി. വിദ്യാഭ്യാസം, തൊഴിൽ, കർഷകരുടെ ഉന്നമനം എന്നീ മേഖലകളിൽ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ഫലവത്തായി. ജനാധിപത്യത്തിനും സാമൂഹിക നീതിക്കും അദ്ദേഹം നൽകിയ സംഭാവനകളെ ആദരിക്കുന്നു. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിൽ കാര്യമായ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നായിരുന്നു ഭാരതരത്ന സമ്മാനിക്കുന്നതിനായുള്ള സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞത്.